ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോ ആണ്. ഇന്ന് ഒരു 2 ആഴ്ച നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ചെറിയൊരു ഹോസ്പിറ്റൽ കേസും അതേമാതിരി ഡ്യൂട്ടിയുടെ ചെറിയ തിരക്കുകളിലും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം നമ്മുടെ ഒരു പുതിയ വീഡിയോ ഡെസർട്ട് സഫാരിയുടെ വീഡിയോ ആണ്. അതുപോലെ വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് തന്നെ പറയാം. നമ്മൾ ഷാർജയിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. പ്രൈവറ്റായിട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഷാർജയിൽ നിന്ന് നമ്മുടെ നാഷണൽ പെയിൻസിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് അവരുടെ വണ്ടിയിൽ കൊണ്ടുപോയി ഹത്ത സൈഡിലാണ്, ഷാർജയിലെ ഹത്ത സൈഡിലാണ് നമ്മൾ പോയത്. അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിലെ വഴിയോര കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടിയായിട്ടാണ് നമ്മൾ പോയത്, ആൻഡ്രൂം രൂപയും. ആൻഡ്രൂൻ്റെ ജോബ് കാനഡയിലാണ്. ഞാൻ കാനഡയിൽ പോയുള്ള ഒരു പരിചയമാണ് ആൻഡ്രൂ. നമ്മുടെ റൂംമേറ്റ് ആയിരുന്നു കാനഡയിലെ. പിന്നെ ഞാൻ അവിടെ നിന്ന് ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ വന്നു. അപ്പോൾ ആൻഡ്രൂൻ്റെ മാരേജ് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരിചയമാണ്. ആൾ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ 2-3 പ്രാവശ്യം ദുബായ് വിസിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടൂറും അങ്ങനെയൊക്കെ എല്ലാ ഔട്ടിങ്ങിനൊക്കെ പോകുന്നതാണ്. നമ്മൾ ഈ ഡെസർട്ട് സഫാരിയുടെ വണ്ടി ബുക്ക് ചെയ്തത് ഒരു പ്രൈവറ്റായിട്ടാണ്. നബീൽ എന്നാണ് ഡ്രൈവറുടെ പേര്. നല്ല ഡ്രൈവറായിരുന്നു. നന്നായിട്ട് ഡ്യൂൺസിൽ കൂടെ ചെയ്യാനും വണ്ടി ഡ്രൈവ് ചെയ്യാനും ആൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. ആളൊരു ട്രിപ്പിന് പറഞ്ഞത് ഒരു 500 ദിറംസാണ് പെർ പാക്കേജ്. അതിൽ മീൻസ് ഫുഡ് അതൊന്നും ഇൻക്ലൂഡഡ് അല്ല. നമ്മളും ആകെ ചൂസ് ചെയ്തത് ഈ ഡ്യൂൺസിലൊരു ഇത് മാത്രമാണ്. ക്യാമൽ റൈഡ്, ക്വാഡ്സ് ബൈക്കിൻ്റെ റൈഡിനൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നതാണ് അവർ. ക്യാമൽ റൈഡിന് ഒരു 20 ദിറംസും പെർ റൈഡ് പെർ പേഴ്സൺ. ക്വാഡ് ബൈക്കിന് ഇത്തിരി എക്സ്പെൻസീവാണ്. അവരൊരു ഹാഫ് ആൻ അവർ ചാർജ് ചെയ്യുന്നത് ഒരു 800 ദിറംസാണ്. മേ ബി നമ്മളൊരു വിലയൊക്കെ പേശി കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞൊരു 700-നൊക്കെ കിട്ടും. ഇത്തിരി എക്സ്പെൻസീവായി തോന്നിയത് കൊണ്ട് തന്നെ നമ്മളത് ചെയ്തില്ല. ഓൾറെഡി നമ്മളിത് ചെയ്യുന്നുണ്ട്, പ്ലസ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം തോന്നിയില്ല. മോളും വൈഫ് ഒരു ചെറിയൊരു ക്യാമൽ റൈഡ് അതൊക്കെ നടത്തി. അതൊക്കെ 20 ദിറംസ് പെർ പേഴ്സൺ, ഇറ്റ്സ് ഓക്കെ. 40 ദിറംസ് വന്നു. ജസ്റ്റ് റൗണ്ട് ഒരു 1 മിനിറ്റാണ് മാക്സിമം ഉണ്ടാവുള്ളൂ ഡ്യൂറേഷൻ. എന്നാലും അതും മതി. നോർമലി നമ്മൾ വണ്ടിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ക്വാഡ് ബൈക്കിൻ്റെ ഒരു ഇതെനിക്ക് തോന്നിയില്ല. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഡെസർട്ടിലേക്ക് ഇറങ്ങുകയായി. അതിലുള്ള വീഡിയോസാണ് കാണുന്നത്. നമ്മുടെ കൂടെ കുറേ വണ്ടികളുണ്ടായിരുന്നു. ലാൻഡ് ക്രൂസർ, നിസാൻ പെട്രോൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുക. അപ്പോൾ നോർമലി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പിന് ആളുണ്ടാവുമല്ലോ. അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ഡ്യൂൺസും അതൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഫോട്ടോഷൂട്ടിനായിട്ട് അവർ നിർത്തി. കൂടുതലും മലയാളീസ് ഉണ്ടായിരുന്നു. പല രാജ്യക്കാരും വണ്ടി ഓടിക്കുന്നുണ്ട്. നമ്മുടെ ആൾ മലയാളിയായിരുന്നു, നബീൽ എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു ഡ്രൈവറായിരുന്നു. you.
നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പാണ് ഡെസർട്ട് സഫാരി. പക്ഷേ അതേ ടൈമിൽ തന്നെ ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. കാറ് ഷെയ്ക്ക് ചെയ്യുമ്പോഴും നോർമൽ ഗതിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അതങ്ങടെ നമ്മുടെ ബോഡി അങ്ങോട്ട് ഇതിൻ്റെ കൂടെ അക്സെപ്റ്റ് ആയിന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയും ചെറിയ ഹെഡ് ഏക്കൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് അവോയ്ഡ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. മീൻസ് അതേമാതിരി ചെറിയൊരു ഹാർട്ട് പേഷ്യൻറ്റ് അവർക്കൊന്നും ഇതിന് സൂട്ടബിളായിട്ടുള്ളൊരു അഡ്വഞ്ചർ ട്രിപ്പല്ല. ചെറിയൊരു ബുദ്ധിമുട്ടും അതൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വന്നാൽ കൂടിയും അങ്ങോട്ട് എത്താനും അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പെട്ടെന്ന്. ഹെൽപ്പിനൊക്കെ അവിടെ ആൾക്കാരുണ്ട്, പക്ഷേ എങ്കിൽ കൂടിയും അങ്ങനത്തെ ആൾക്കാർ ഇതൊന്ന് അവോയ്ഡ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഏതൊരാളും വിസിറ്റിങ്ങിന് വന്നാലും എവിടെയുള്ള ഒരു റെസിഡൻസ് ആണെങ്കിലും എപ്പോഴും ചൂസ് ചെയ്യുന്നൊരു ട്രിപ്പാണ് ഡെസർട്ട് സഫാരി. ഇപ്പോൾ ഞാൻ തന്നെ ഒരു 4-5 പ്രാവശ്യം പോയിട്ടുണ്ട് ടോട്ടൽ. പക്ഷെ എന്നാലും അതൊരു മടുക്കാത്ത ട്രിപ്പുമാണ്. അപ്പോൾ അതിൻ്റേതൊരു ബാഡ് ഭാഗമുണ്ട് ഇതിന് എന്ന് പറയുകയായിരുന്നു. അങ്ങനെ ഡെസർട്ട് സഫാരിയിലെ ഇടയിൽ അവർ വണ്ടി ഒരു ഡെസർട്ടിൽ നിർത്തും. അപ്പോൾ നമുക്ക് ചെറിയ ഫോട്ടോഷൂട്ടും അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പല വണ്ടികളുണ്ടാവും. മോളുടെ ചെറിയൊരു അഭ്യാസ പ്രകടനമാണത്. ഓട്ടം അതൊക്കെ ഫോട്ടോസിനുള്ളത് ഓട്ടം അതൊക്കെയാണ് കാണുന്നത്. എന്നാലും നല്ല ഫോട്ടോ വ്യൂവും എല്ലാതും ഉണ്ട്. നമ്മുടെ ഫ്രണ്ടും എല്ലാവരും ഫോട്ടോസും എടുത്ത് അവിടെ കുറച്ച് ഫാമിലീസൊക്കെ അവിടെ നിന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡെസർട്ട് സഫാരി ഇന്നത്തോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടുകൂടി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഓൾ.